ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മ്യൂണിക്കിൽ തന്നെയാണ് ഉള്ളത്. ആക്ച്വലി നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നാണ്. ബസ്സിൽ കയറിയത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഒരു 1 hour ഞങ്ങൾ ബസ്സിലിരുന്നിട്ട് അവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയപ്പോൾ എല്ലാവരും ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ വഴുതിട്ട് 1 hour നമ്മൾ വെറുതെ കളഞ്ഞു. അപ്പൊ ആൻസിന്റെ കൂടെ പോയി എവിടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ വഴുതിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ തിരിച്ചിനി ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് വീണ്ടും 1.5 മണിക്കൂറുണ്ട് ആ സ്ഥലത്തേക്ക്, ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്. അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അല്ലെ, മുന്നേ നടന്ന വാറിന്റെ അല്ലെ അങ്ങനത്തെ സംഭവങ്ങളാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വീണ്ടും സമയമില്ലാത്തതുകൊണ്ട് നമ്മളെ പ്ലാൻ മാറ്റിയിട്ട് നമ്മളിപ്പോൾ BMW മ്യൂസിയത്തിലേക്കാണ് പോകുന്നല്ലേ. മറ്റേ ഒരു റീലില് ഞാൻ കണ്ടിട്ട് ഒരു പെൺകുട്ടിങ്ങനെ എന്തോ പറയുന്നത്. ഓക്കെ, മ്യൂണിക്കിലാണ് അപ്പോൾ BMW ഇത്. പിന്നെ വണ്ടികളൊക്കെ അറിയാലോ, ജർമ്മൻ വണ്ടികൾ. ഇപ്പൊ എന്റെ വണ്ടിയാണെങ്കിലും സ്കോഡ ഒക്ടാവിയാണ്, അതും ജർമ്മനാണ്. ജർമ്മൻ വണ്ടികളൊക്കെ എന്താ പറയാ, ജർമ്മനിയിലാണ്. ജർമ്മന്റെ പാർട്സ് ആണല്ലോ അപ്പൊ എല്ലാം. കാരണം ഞാനിപ്പോ ലാസ്റ്റ് ബാംഗ്ലൂർ പോയിട്ട് വണ്ടിക്ക് ഷോക്ക് കംപ്ലൈന്റ് ആയിട്ട് ഫുള്ള് ജർമ്മൻ പാർട്സ് കിട്ടുന്ന സ്ഥലത്ത് പോയി നോക്കി. കാരണം നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വരെ എത്താൻ 600 കിലോമീറ്റർ ഉണ്ട് എറണാകുളം വരെ. അപ്പൊ അത് എത്താത്തതുകൊണ്ട് അവിടുത്തെ ഷോപ്സിൽ, അതായത് ഷോറൂം പോയി ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഷോക്കിനൊക്കെ ഒരു 60,000 രൂപയൊക്കെ ആവും, അതിൽ ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തെ പാർട്സ്, അപ്പോൾ ജർമ്മൻ പാർട്സ് ഉള്ള ഷോപ്സ് തന്നെ നോക്കി പോയിക്കൊണ്ടിരിക്കും. ജർമ്മൻ അതായത് ഇപ്പോൾ സ്കോഡയുടെ വണ്ടിയായാലും അതിന്റെ മെജോറിറ്റി പാർട്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഫോക്സ് വാഗന്റെയാണ്. അതിന്റെ പാർട്സ് എടുത്ത് നോക്കിയാൽ അതിന്റെ ഫോക്സ് വാഗന്റെയും ഓഡിയുടെ ഷോപ്പിൽ കുറെ പാർട്സ് ഒക്കെ ഷെയറിങ്. അപ്പോൾ ജർമ്മൻ പാർട്സ് ഉപയോഗിക്കുന്നുണ്ട്. കൺട്രി ഓഫ് ഒറിജിൻ ചെക്ക് റിപ്പബ്ലിക് ആണ്. ഓക്കെ, സ്കോഡ. ഓക്കെ, താങ്ക് യു. നിന്റെ വണ്ടി ജർമ്മൻ അല്ലേ? ഏതായിരുന്നു? രണ്ടും. ഏതായിരുന്നു? ഫോക്സ് വാഗനുണ്ട്, പിന്നെ ഒരു മെഴ്സിഡീസ്. രണ്ടും ജർമ്മൻ തന്നെയാണ്. അപ്പൊ നമ്മളെന്തായാലും മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. വണ്ടികളെ പറ്റി എനിക്ക് ഒരുപാട് ഐഡിയ ഒന്നുമില്ല, സോ അതുകൊണ്ട് ഫുൾ എക്സ്പ്ലനേഷൻ നമ്മൾ ആൻസർ തരും. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ 2 പേരും കൂടി ഉണ്ട്. വേറെ ബ്രോ, ഷൈനൂർ. ഹായ്. നമ്മള് പയ്യാണ് സംസാരിക്കുന്നത്. നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര സൈലന്റ് ആയിരിക്കും. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവണ്ടാതിരിക്കാൻ നമ്മൾ ഭയങ്കര പയ്യാണ് പറയുന്നത്, മൈക്ക് വെച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മളെ കൂടെ മറ്റേ ഷൈൻ ബ്രോ മാത്രമല്ല, മറ്റേ ബ്രോയും കൂടെ ഉണ്ട്, സിമോ ബ്രോയും ഉണ്ട്. ഇതേ അവിടെ ഇരിക്കുന്നുണ്ട് സിമോ. എല്ലാരും സിമോനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് എത്തിക്കഴിഞ്ഞാൽ പറയാൻ. സിമോ അത് നോക്കിയതില്ല, അതുകൊണ്ട് അങ്ങനെ ടൈം വേസ്റ്റ് ആയി. അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ മ്യൂസിയത്തിലേക്ക് പോവാം. ആ കാണുന്ന വണ്ടിയുണ്ടോ, അതിലാണ് നമുക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ വേറെ വണ്ടിയിലാണ് പോയത്. ഞാൻ വെച്ചു വണ്ടി മാറി കയറിയതല്ല, നമ്മൾ ഇറങ്ങാൻ വിട്ടുപോയതാണ്. വണ്ടിയെ നമ്മൾ വേറെയാണ് മാറി കയറിയത്. അപ്പോൾ മഴയാണ് കേട്ടോ, ക്ലൈമറ്റ് നല്ല ക്ലൗഡി. ഇതിപ്പോൾ നമ്മൾ എവിടുന്നാണോ കയറിയത്, നമ്മുടെ സ്ഥലം മൂസയാണ്. മൂസയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ല മഴ, നല്ല വൃത്തികെട്ട ക്ലൈമറ്റാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാ. ഇവിടുത്തെ എസ്കലേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അല്ലേ? ആണോ? ദേ അത് കൊള്ളാട്ടോ, ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത് പോകുന്നില്ലല്ലോ. തിരിഞ്ഞ് അടിപൊളി, എനിക്കിഷ്ടപ്പെട്ട്. കൊള്ളാട്ടാ. ഇത് കൊള്ളാം. ഞാൻ വിചാരിച്ചത് എന്താ ഇവിടെ നിക്കണേ, സ്റ്റെപ്പ് കാണുന്നുണ്ട് നിങ്ങൾ കേറി. അടിപൊളി. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഒരു മോളിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് മൂസയിലെത്തി. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. റാപ്പാണ് ഇവിടുത്തെ ഒരു ഡോണറാണ് കേട്ടോ. വലിയ റാപ്പല്ലേ. ചിക്കൻ്റെ ഉണ്ട്, ബീഫിൻ്റെ ഉണ്ട്. നമ്മള് ചിക്കൻ്റെ പറഞ്ഞല്ലേ. ബീഫ് മറ്റേ ഷൈൻ ബ്രോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പൊക്കെ മാറും. വലിയ നോക്കി, എൻ്റെ കയ്യിൻ്റെ ഇത്രയും വരുന്നുണ്ട്. നമ്മളിതാ മെട്രോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതവിടെ എത്തിയിട്ടുണ്ട്. അല്ല, ഈ കാണുന്നതാണോ മ്യൂസിയം? മ്യൂസിയം അതല്ല, ആ കാണുന്നതാണ് മ്യൂസിയം.
ഓ ദേ അവിടെ BMW എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ ഇത് BMW ബെൽറ്റ് എന്ന് പറയണത്. ഓക്കെ അതായത് BMW-ന്റെ അണ്ടറില് 3 ബ്രാൻഡ് ഉണ്ട്. റോൾസ് റോയ്സ്, പിന്നെ BMW മിനി. ഓക്കെ ഈ 3 കാറുകളുടെയും കറന്റ്ലി ഇപ്പൊ ഉള്ള സെയിൽസിനുള്ള മോഡലുകൾ ഉണ്ടാവും. പിന്നെ 1-2 റയർ ആയിട്ടുള്ള ഏതെങ്കിലും മോഡൽ ഇവിടെ ഉണ്ടാവും. ബാക്കി കറന്റ്ലി ഉള്ള അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന വണ്ടികളും ഇപ്പൊ ഉള്ള വണ്ടികളും മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഓക്കെ നമ്മളപ്പോ ആദ്യം എങ്ങോട്ടാ പോകുന്നേ? ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ BMW ഷോറൂം, അതിന് നാട്ടിലൊക്കെ ഉള്ള പോലെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഷോറൂം. ഇവിടെ മിനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ഈ ഫ്ലാഗോളം ഉണ്ട്. മിനി കൂപ്പറിന്റെ ഉണ്ടാവും, BMW-ന്റെ ഐന്റെ അതായത് ഇലക്ട്രിക്കിന്റെ സീരീസ്, പിന്നെ റോൾസ് റോയ്സിന്റെ ഫ്ലാഗ് ഉണ്ടാവും. എവിടെ റോൾസ് റോയ്സിന്റെ? ഈ 3 കമ്പനിയുടെ വണ്ടികളും ഒറ്റ ഷോറൂമിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഓക്കെ ഇതിന്റെ ഉള്ളിൽ എൻട്രി ഫീ ഉണ്ടോ? ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ഫ്രീ ഇല്ല. എൻട്രി ഫീ ഇല്ല, ഇവിടേക്ക് എൻട്രി ഫ്രീ ആണ് ഗൈസ്. ഇത് നമ്മുടെ നാട്ടിലെ ഷോറൂം ഒക്കെ പോലെ, പക്ഷെ ഇവരുടെ 3 ബ്രാൻഡിന്റെയും അതുപോലെ BMW-ന്റെ ബൈക്സും എല്ലാം ഇവരുടെ ഓട്ടോമോട്ടീവ് ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളുടെയും ഇപ്പോൾ കറന്റ്ലി സെയിൽസിനുള്ള വണ്ടികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നല്ല നീറ്റ് ആണോ, സിറ്റി കാണാൻ നല്ല രസല്ലേ? അല്ലേ? അതെ, അവിടെ BMW മ്യൂസിയം അങ്ങ് ദൂരെ നമുക്ക് കാണാനുണ്ട്. കണ്ടോ ഇവിടെ പൊളിച്ചിട്ടുണ്ട് മെയിൻ്റെനൻസിന് വേണ്ടി. ക്രിസ്മസ് വരെ ഇവർക്ക് ക്ലീൻ ആയിരുന്നു. ഓക്കെ ഒരു ഗാർഡൻ ഒക്കെ റീസെറ്റ് ചെയ്യാൻ. യെസ്, നൈസ് ആയിട്ടുണ്ട്. ഓ അത് അത്രയും വലുതായിരുന്നല്ലേ? അതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓ മ്യൂസിയം. ആ കാണുന്ന മൊത്തമാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നോക്ക് എത്ര വലിയ ബിൽഡിംഗാ നോക്കി, താഴെ വരെ ഇത്രയും ഉണ്ട് കേട്ടോ. അടിപൊളി, എന്ത് രസാ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് തോന്നുന്നു ബെർലിൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇത്രയും ക്ലീൻ അല്ല, പക്ഷെ ജർമ്മനിയിൽ തന്നെ എക്സ്പെൻസീവും ക്ലീനും സിറ്റിയാണ് ബ്യൂണിക് കേട്ടോ. നമ്മളിതാ എൻട്രൻസ് ആണ്, ഇത് കയറി ചെല്ലാൻ വേണ്ടി പോവാൻ കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വരും. ഇവിടെ എൻട്രൻസിന് പൈസ ഇല്ല. ഭയങ്കര വലുപ്പം. ഇതില് വൈഡിലിട്ടിട്ട് തികയുന്നില്ല അത്രയ്ക്കും. കണ്ടോ, ഭയങ്കര വലുതാണ്. എൻ്റെ ഗോപ്രോ ഒന്ന് ആക്ച്വലി തണുപ്പ് കാരണം വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് ഫോണിലാണ് എടുക്കുന്നത്. ഫോണിൽ തന്നെ ചാർജ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നോക്കി എത്ര വലുതാ. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും വീഡിയോയിൽ മനസ്സിലാവുന്നില്ല, ഭയങ്കര വലിപ്പമാണ് ഇതിന്. വീഡിയോയിൽ മനസ്സിലാവുന്നില്ല കാരണം കൊള്ളുന്നില്ല വീഡിയോയില് അത്രയ്ക്കും. കണ്ടോ, ദേ ഇവിടെ BMW മിനി റോൾസ് റോയ്സ്, അതിന്റെ എംബ്ലം ഇവിടെ കൊടുത്ത് നമുക്ക് കാണാം. കണ്ടോ, ഓ അടിപൊളി. ഇതാണ് BMW-ന്റെ ലോകത്തിലെ ഏറ്റവും മെയിൻ ഷോറൂമും ഏറ്റവും വലിയ ഷോറൂമും. ഓക്കേ, ഇത് നമ്മുടെ BMW-ന്റെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിന്റെ വണ്ടിയാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ, ഇലക്ട്രിക് അല്ല, ഹൈഡ്രജൻ വെച്ചിട്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാതെ ഗ്ലോബൽ അതേപോലെ ജർമ്മനിയിൽ മാത്രം ഉള്ള അതുപോലെ ഇതുവരെ ലോഞ്ച് ചെയ്യാത്ത വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ മിനിയുടെ ഏരിയ, മിനി കൂപ്പറിൻ്റെ. ഇത് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു മോഡൽ, ഇപ്പോൾ മിനി എയ്സ്മാൻ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു മോഡലാണ്. അത് ഇവിടെ കറന്റ് ജർമ്മൻ മാർക്കറ്റിലുണ്ട്. ഇത് നാട്ടില് റോട്ടിൽ കാണാത്തൊരു സംഭവമാണ് ഈ വണ്ടി. ഇത് പുതിയ വണ്ടി. കൺട്രിമാൻ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ആ SC എന്ന് പറഞ്ഞ മോഡൽ നാട്ടിലുണ്ടോയെന്ന് നാട്ടിലില്ല. പക്ഷെ ഇപ്പം ഇറങ്ങി തോന്നുന്നു, പക്ഷെ മറ്റേ ഇല്ല. പിന്നെ പുതിയ കൂപ്പറസ്, പഴയ മിനി കൂപ്പർ, നമ്മുടെ മിസ്റ്റർ ബീന്റെ വണ്ടി, പച്ച വണ്ടി, പഴയ മിനി മോട്ടോർ ഷെയർ. അത്ര ഉണ്ടോ? അത്രയില്ല. ഇത് ഇലക്ട്രിക്കിന്റെ ആണ്. റേറ്റ് നമ്മുടെ നാട്ടിൽ കാണാത്ത കുറെ ടൈപ്പ് സംഭവം നമുക്ക് ഇവിടെ ഒക്കെ കാണാം. കാരണം ഇവിടെ ഇതാണ് ഏറ്റവും വലിയ ഷോറൂം ഇൻ ദ വേൾഡ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇവിടെ ബൈക്ക് കാണാം, BMW-ന്റെ. ഇത് ഏത് മോഡലാണ്
ഇത് നമ്മുടെ S1000RR. ഈ വീഡിയോ എന്താ പറയാ, കൂടുതലും വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത്. കാരണം ഫുൾ വണ്ടികളാണ്. ഇത് നാട്ടിലൊരു 40-45 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവും. ഓ, അത്രയും ഉണ്ടോ? 45 lakhs. ഇതാണ് മക്കളെ ബ്ലാക്ക് ബാഡ്ജ്, റോൾസ് റോയ്സ് ഗോസ്റ്റിന്റെ ബ്ലാക്ക് ബാഡ്ജ്. കൊള്ളാല്ലേ, എനിക്ക് ഇത്ര നേരത്തിൽ ഇതാ ഇഷ്ടപ്പെട്ട്. ലുക്ക് കൊള്ളാം. 11 കോടി രൂപ അത്ര ഉള്ളൂല്ലേ നാട്ടില്. ഇവിടെ റേറ്റ് കുറഞ്ഞ. ഓ, ഇവിടെ ഒരു പകുതി പൈസയൊക്കെ കിട്ടും. ഇവിടെ ഒരു 5 കോടി രൂപയ്ക്കൊക്കെ ഗോസ്റ്റ് കിട്ടും. ഓ, ബ്ലാക്ക് ബാഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ എഡിഷനാ. നോർമൽ വണ്ടിനാട്ടിൽ റേറ്റ് കൂടും. നല്ല നീളമൊക്കെ റോൾസ് റോയ്സിന്റെ മൊത്തത്തിൽ എല്ലാം നീളമാണ്. ഇത് ചെറിയ വണ്ടിയാ. ഇത് റോൾസ് റോയ്സിന്റെ ഏറ്റവും ചെറിയ സെഡാനാണത്. അത് ഇലക്ട്രിക് വണ്ടിയാ. അപ്പുറത്തുള്ള സ്പെക്ടർ മറ്റേ ഫാൻറ്റം ആണ് ഏറ്റവും വലിയ വണ്ടി. ഈ വണ്ടിയാണ് ഇലക്ട്രിക് ആണല്ലേ. സ്പെക്ടർ. ഇതിന്റെ വീൽസിന്റെ ഒക്കെ സൈസ് ആണ്. ഓ, നീളം നോക്കി വണ്ടി. വൈഡിലിട്ടിട്ട് തീരുന്നില്ല, അത്രയും നീളമല്ലേ. കണ്ടോ, വൈഡിലിട്ടില്ലെങ്കിൽ. സ്പെക്ടർ ഒരെണ്ണം ഞങ്ങളുടെ കേരളത്തിലുണ്ട്. ഇത് നമ്മുടെ BMW XM എന്ന് പറഞ്ഞ മോഡലിന്റെ അതാ ഇവിടെ അതിന്റെ ഒറിജിനൽ ഉണ്ട്. അതിന്റെ സ്കെയിൽ വെർഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഡോറൊക്കെ തുറക്കുന്നു തോന്നുന്നു. കണ്ടോ, ഇതിനെന്താ വില? എത്ര യൂറോ? ഇവിടെ റേറ്റ് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഈ സൈസുള്ള വണ്ടിക്ക് നല്ല വില ഉണ്ടാവും. അതുപോലെ ഇവിടെ ഡോറൊക്കെ തുറക്കാൻ പറ്റും. ഇവിടെ എക്സ്പീരിയൻസ് സെന്റർ പോലെ ഊഞ്ഞാലിട്ടാന്നുള്ളത്. ഇങ്ങോട്ട് തിരിഞ്ഞ ഇത് BMW ഒറിജിനൽ കാർബൺ ഫൈബറിന്റെ ബക്കറ്റ് സീറ്റ് ആണ്. ഇതാണ് ഊഞ്ഞാലിടാൻ. ഈ ഒരു ബക്കറ്റ് സീറ്റിന് തന്നെ ഒരു 1-2 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവും. എന്നിട്ട് ഞാൻ നോക്കട്ടെ. ഇതാണ് ഒറിജിനൽ CSL എന്ന് പറഞ്ഞ M5 CSLന്റെ കാർബൺ ഫൈബർ ബക്കറ്റ് സീറ്റ് ആണ്. അതുപോലെ ഈ വള്ളി കണ്ടോ, സീറ്റ് ബെൽറ്റ്. അത് ഇതെന്താ കൊള്ളാട്ടോ. എടാ എന്ത് രസമാണ് എനിക്ക്. പക്ക, അതായത് സൈഡൊക്കെ സ്പീഡിലൊക്കെ ഓടിക്കുമ്പോ പോവാണ്ടിരിക്കാൻ കവർ ചെയ്തിട്ട്. അപ്പോൾ ഈ സീറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഈ കാർബൺ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ കാരണം. അതുപോലെ ഈ വണ്ടി XM എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. പക്ഷെ ഇതിന്റെ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ, ലിമിറ്റഡ് എഡിഷൻ വണ്ടിയത്. ഇത് നാട്ടിൽ ഇന്ത്യയിൽ ഒരാൾക്ക് പോലും ഇല്ല. ഇതിലൊക്കെ ഉണ്ട് ലൈറ്റിംഗ് XMന്റെ കിറ്റ് എഡിഷൻ. അപ്പോൾ നമ്മുടെ ഈ BMW ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയറിഷ് മോട്ടോർ വർക്ക് എന്നാണ്. ബയറിഷ് എന്ന് പറഞ്ഞാൽ ബയേൺ എന്നാണ് അർത്ഥം. ബയേണിലുള്ള മോട്ടോർ വർക്ക്, അതായത് ഓട്ടോമൊബൈൽസ്. അങ്ങനെയാണ് BMW അങ്ങനെയാണ് അത് ഉണ്ടായത്. അപ്പോൾ മ്യൂണിക്കിലാണ് ബയേണിലാണ് മ്യൂണിക്ക്. ഇവിടെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ BMWന്റെ ഉത്ഭവം ഇവിടുന്നാണ്. ബർത്ത് പ്ലേസ് ആണ്. അതെ, അതിന്റെ മ്യൂസിയം ഇതിന്റെ അപ്പുറത്തുണ്ട്. ഇവിടുന്ന് ഇതിപ്പോ കറന്റ്ലി സെയിൽസിനുള്ള പുതിയ മോഡൽസാണ്. ഇവിടുന്ന് മുമ്പ്, അതായത് BMW സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇവർക്ക് റോക്കറ്റ് എൻജിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ചെറിയ യാച്ച്, സ്പീഡ് ബോട്ടിന്റെ ഒക്കെ എൻജിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല അങ്ങനെ അറിയാം. അപ്പോൾ അത്രയും പഴയ ഒരു 100 വർഷത്തോളം ഉള്ള ഹിസ്റ്ററി ഫുള്ള് നമുക്ക് മ്യൂസിയത്തിൽ കാണാം. പക്ഷെ മ്യൂസിയത്തിലേക്ക് എൻട്രി ഫീ ഉണ്ട്. ഇവിടെ ഫ്രീ ആണ്. അവിടെ എൻട്രി 10 യൂറോ, 10-11 തോന്നുന്നു. ഒരു വർഷം ഇവിടെ പോയി നോക്കാം. M5 ടോറിക്. ഇത് ഫ്രണ്ട് നോക്കി സെഡാനായിരിക്കും, ബാക്കിൽ എസ്റ്റേറ്റ് മോഡൽ എന്ന് പറയും. അതായത് സെഡാന്റെ ബാക്കിലേക്ക് വിട്ട് ഡിക്കീനെ വരെ കവർ ചെയ്തിട്ട് കുറച്ചുകൂടി സ്പേസ് കൂടുതലുണ്ടാവും. ഇന്ന് ഭയങ്കര തിരക്കാണ്ടോ, നമുക്ക് കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒന്ന് കാണാൻ ഫുള്ള് കാർബൺ ഫൈബർ ആണ്. കണ്ട, ഇതിന്റെ തന്നെ സെഡാൻ വണ്ടി ഉണ്ട്. നല്ല ഓറഞ്ച് കളർ M5ന്റെ വണ്ടി ഉണ്ട്. അതാകുമ്പോൾ സെഡാൻ പോലെ ഇങ്ങനെ വന്നിട്ട് പോകും. ഇത് ഫുള്ള് ഇങ്ങനെ വന്നിട്ട് കുറച്ചുകൂടി സ്പേസ് കിട്ടും. M5 ഇത് നമ്മുടെ നാട്ടിലില്ല.
ഈ ടോറിംഗ് വെർഷൻ നാട്ടിലില്ല. നോർമൽ M5 സെഡാൻ ആണ് നാട്ടിലുള്ളത്. അതുപോലെ ഇവിടെ BMW എക്സ്പീരിയൻസ് സെൻറ്റർ പോലെ സിമുലേറ്റർ ഒക്കെ ഉണ്ട് ഇവിടെ. ശരിക്കും വണ്ടി ഓടിക്കുന്ന എക്സ്പീരിയൻസിൽ സ്ക്രീൻ കണ്ടോ, കാറോട് സ്ക്രീൻ ഇവിടെ ബാക്കിൽ വന്നു ശരിക്കും കാണും. ശരിക്കും കാർ ഓടിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. കുഞ്ഞു പിള്ളേരാ, ചെറിയ പിള്ളേര് ചെറുപ്പം തൊട്ടേ വണ്ടിയോടുള്ള ഇഷ്ടങ്ങള്. ഇതാണ് നമ്മുടെ BMWന്റെ ഫസ്റ്റത്തെ കാറ്. ഇതാണ് ഫസ്റ്റത്തെ കാറ്. ഇതിന് 3 വീലുള്ള, പിന്നെ ഇത് ഭയങ്കര ചെറുതാണ്. പ്ലസ് അത് മാത്രല്ല ഇതിന്റെ ഭയങ്കര പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മള് കാറിൽ എങ്ങനെയാ ഫ്രണ്ടില് തുറക്കുമ്പോ ഈ ഡോറിന്റെ ഒപ്പം തന്നെയാണ് ആ സ്റ്റിയറിംഗ് ഒക്കെ ഡോറിന്റെ ഒപ്പം വരും. രണ്ടാൾക്ക് ഇരിക്കാം. ബാക്കിൽ സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. 3 പേര്, 3 4 പേരുണ്ട്. പക്ഷെ 4 പേരുണ്ട്. ഇവിടെ നോക്കിയാ ബാക്കിൽ, അതായത് അലൈൻമെന്റ് വ്യത്യാസമുണ്ട്. 1 2 3 ഒരെണ്ണം കാണാനില്ലല്ലോ. 3 അല്ല 4 പേരുണ്ട്. ഞാൻ കാണിച്ചത്. പക്ഷെ ഫ്രണ്ടിലത്തെ അലൈൻമെന്റിനായിട്ട് ബാക്കിൽ കണ്ട വീതി കുറവാണ്. ഇവിടെ ഇവിടെ ഇത്ര ഉള്ളെങ്കിലും ബാക്കില് വീതി കൂടും. പക്ഷെ സൈഡിൽ നോക്കിയാൽ 3 വീല് പോലെ തോന്നുള്ളൂ. വലിയ ഏതോ ഷോപ്പിംഗ് മാളിൽ വന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു BMW ഷോറൂമാണ്. എന്തോരം വലുതാ, എത്ര ആൾക്കാരാ ഇതെല്ലാം കാണാൻ. എൻ്റെ അമ്മ നോക്കി, മൊത്തം വൈഡിലിട്ടിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് അത് തികയുന്നില്ല. ഓ അടിപൊളി. വണ്ടിക്കൊക്കെ ക്രൈസുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ജർമ്മനി. ഇതുപോലത്തെ മ്യൂസിയവും ഇതുപോലത്തെ ഷോറൂമുകളും ഭയങ്കര അടിപൊളി. അതുപോലെ ഈ വണ്ടി കാണിച്ചത് ഇത് BMW R18D എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി ഉണ്ട് 1800 cc. 1800 cc. നാട്ടില് നമ്മുടെ കാറിന് പോലും എത്ര ഓർമ്മ 1000 cc ഒക്കെയാണ് നമ്മുടെ നാട്ടില്. പോളോയൊക്കെ 1800 cc. ഇത് 1800 cc. ഇത് അതായത് ലോങ് ജേണി ഭയങ്കര ബീസ്റ്റ് പോലെ ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട്. ഇത് R18, അത് R18B. ഇത് R1300 1300 cc. ഇതിനൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ അക്രാബോവിച്ചിന്റെ ഒക്കെ എക്സോസ്റ്റ് ഒക്കെ ലീഗലാണ്. ഐ മീൻ നാട്ടിലൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ പെർഫോമൻസ് എക്സോസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ എല്ലാം ലീഗലാണ്. ഇത് ഷോറൂം ഒക്കെ അതാണ്. സിമയിലെ ഏറ്റവും ചെറിയ വണ്ടിയിൽ കയറിയിരുന്നല്ലോ, GS. ഇത് പോരാ, അതിൽ കയറ്, 1300 കയറ്. ഇത് നമ്മുടെ നാട്ടിലുള്ള വണ്ടിയാട്ടെ, 310 GS. നമ്മുടെ നാട്ടില് BMW ഏറ്റവും വില കുറവിൽ കിട്ടുന്ന വണ്ടിയാണ് ഈ 310 GS. 4-4.5 ലക്ഷം ഇത്രയല്ലേ ഉള്ളൂ. മാക്സിമം 4.5 ലക്ഷം രൂപയുള്ളൂ തോന്നുന്നു നാട്ടില് ഓൺ റോഡ് പ്രൈസ്. ഷോറൂമിന്റെ വലിപ്പം നീ ഒന്ന് വൈഡില് ഫുൾ എടുത്തേക്ക്. എന്തോരം കാറാന്നറിയോ, മൊത്തം കണ്ട് വൈഡിലിട്ട് തീരൂലാട്ടാ. പിന്നെയും പറയണു അല്ലേ. നോക്ക് എന്താ ഏതാ അത് 6 സീരീസ്, അത് X4, ഇത് M3 ടോറിങ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ മോഡലുകളുണ്ട്, പുതിയ കുറേ മോഡലുകളുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ സ്പെഷ്യൽ എഡിഷൻ മോഡലുകളുണ്ട്, സെയിം മോഡലുകളുണ്ട്. M3 ഉണ്ട്, M4 ഉണ്ട്, M5 ഉണ്ട്, 7 സീരീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ടോയ്സ് അല്ല, അത് ഫുൾ സൈസ് ഉണ്ട്. അതെ, കാണുമ്പോൾ എത്ര ഉള്ളെങ്കിലും ഫുൾ സൈസ് കാറുകളാണ്. അത് ഒറിജിനൽ കാറാണ്. ഇത്രയും വൈഡിലിട്ട് നമ്മളങ്ങ് ദൂരെന്നാണ് എടുക്കണത്. ശരിക്കും ഇപ്പൊ ഇങ്ങനെ ഈ ഒരു വൈഡില്
ഇത് കാണുന്ന സമയത്ത് ചുമ്മാ ഒരു ടോയ് വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഷോറൂം അത്രയും വലുതാണ്. കണ്ടോ, ഇത് നോക്ക്, BMW തന്നെ സ്കൂട്ടറാണ് കേട്ടോ. ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ. ഇതുവരെ ഭയങ്കര വലിപ്പമുണ്ട്, അതുപോലെ പവർഫുൾ ആണ്. ഇതുവരെ ഇങ്ങനെ സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല, ഭാവിയിൽ ഇറങ്ങുമെന്ന് വിചാരിക്കാം. അത്യാവശ്യം വിലയുണ്ട്. C04. നമുക്ക് ഈ ഷോറൂമിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട്, മ്യൂസിയത്തേക്കും ആ ഏരിയയിലേക്കും പുറത്തേക്കൊക്കെ നമുക്ക് പോകാനുള്ള വഴിയുണ്ട്. ഇതേ ഷോറൂമിൽ നമ്മൾ അതുവഴി തന്നെ ഉള്ളിലേക്ക് നേരത്തെ കാണിച്ച ആ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ ഇതേ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. ഇതെന്താ? അത് മിനിയുടെ ഇത് പ്ലാന്റ് ആണ്. ഓക്കെ, മിനി കൂപ്പറിന്റെ ചെറിയ പ്ലാന്റ്. ഓക്കെ, ആണോ മ്യൂസിയം. അങ്ങോട്ടാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. നമുക്ക് എന്ത് നീറ്റല്ലേ ഇവിടെ എല്ലാം കാണാൻ. ഉണ്ടോ, ആ മോളിൽ നിന്ന് കാണിക്കുമ്പോ കുറച്ചും കൂടെ കാണാൻ പറ്റില്ല ഒരു സൈഡെങ്കിലും എത്ര ഉണ്ടെന്നുള്ളത്. ഉണ്ടോ, ഇത് കണ്ടോ, നോക്ക് എത്ര വലുതാന്നുള്ളത് ഇങ്ങനെ കാണും. അത്രയും ദൂരം ഉണ്ട്. നോക്കി, ഒരു ടവറൊക്കെ കാണാം അല്ലേ? അതാണ് ഒളിമ്പിയ ടവർ. ഇവിടെ മുമ്പ് ഒളിമ്പിയ പാർക്ക് എന്നൊരു സ്ഥലമുണ്ട്. മുമ്പ് പണ്ട് ഒളിമ്പിക്സ് ഒക്കെ നടന്ന സ്ഥലമാണ് ഈ ഒളിമ്പിയ. ഏത് വർഷത്തില്? വർഷം എനിക്ക് ഓർമ്മയില്ല, 1973 നമ്മളെല്ലാരും ജനിക്കുന്നതിന് മുന്നേ. അല്ല, ഇയർ തെറ്റാണ് ഗൈസ്, ഇയർ കറക്റ്റ് ആയിട്ടല്ല പറഞ്ഞുള്ളത്. നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യം ടിക്കറ്റ് ഒക്കെ എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. ഈ ടിക്കറ്റ്സ് നമ്മൾ തന്നെ സെൽഫായിട്ട് എടുക്കാന്ന് തോന്നുന്നു. സെൽഫായിട്ട് എടുക്കുക, സെൽഫായിട്ട് സ്കാൻ ചെയ്യുക, സെൽഫായിട്ട് പോവുക. അതാണ് ഇവിടെ എല്ലാം. ഈ നമ്മുടെ എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് BMW ചെറിയ ടോയ്സും മിനിയേച്ചർ വേർഷൻസും സ്കെയിൽ വേർഷൻസ് ഒക്കെ. ഓ വാവ്, മിനി കൂപ്പറിന്റെ BMW മനസ്സിലായി. ഏറ്റവും ചീപ്പാണ്, ഭയങ്കര ചീപ്പാണ്. 10 യൂറോ ഒക്കെ ഉണ്ടാവും. 10 യൂറോ. 10 യൂറോ ആവണം. ഓക്കെ, നൈസ്, അടിപൊളിട്ടാ. കുറേ വണ്ടികളുണ്ട്. X5 പഴയ X5 കേട്ടോ. ഓക്കെ, 1/43 സ്കെയിലിൽ വരുന്നത്. ഇതാണ് രസമുണ്ടല്ലേ കുഞ്ഞിത്. നല്ല രസമുണ്ട്. ഐ മീൻ M3 M4 പഴയ ബുക്കുള്ള അതിന്റെ ഹിസ്റ്ററിയും അത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് അതിന്റെ ലെഗസി റേസ് കാര്യങ്ങളെല്ലാം അതിന്റെ ഫുൾ കളക്ഷൻ എല്ലാ സംഭവം കാണാം. ഇത് ബൈക്സിന്റെ എല്ലാം ബുക്കുകൾ കേട്ടോ. നോക്ക്, വേണ്ട, അടിപൊളി. ഓ, അതിനൊക്കെ എന്ത് റേറ്റ് ഉണ്ട്? നല്ല റേറ്റ് ഉണ്ടാവും. ഇത് പഴയ മോഡലാ, 850. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ, പല ടൈപ്പ് സംഭവങ്ങളും ഉണ്ട്. പഴയ ഇതിന്റെ ഫോട്ടോസ് തന്നെ കാണുന്നുണ്ട്. പല സൈഡില് പല രീതിയിലുള്ള സംഭവങ്ങളുടെ ഫോട്ടോ, അതായത് കാറിന്റെയും ബൈക്കിന്റെയും പഴയ ടൈപ്പ് കാറുകളുടെ എല്ലാം ഫോട്ടോസ് പല സ്ഥലത്തു നിന്ന് എടുത്തിട്ടുള്ള. നമ്മളിതാ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പോൾ നോർമലി ഒരാൾക്ക് 14 യൂറോ ആണ് വരുന്നത്, സ്റ്റുഡൻസിന് 8 യൂറോ ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള 3 പേരും സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർക്ക് 8 യൂറോയും എനിക്ക് 14 യൂറോയും ആയിട്ടുണ്ട്. അതാണ് അതിന്റെ പേര്, കമ്പനിയുടെ ഇതാണ്. ഈ അഡ്രസ്സിലാണ് ഫസ്റ്റ് BMW സ്റ്റാർട്ട് ചെയ്തത്, മ്യൂണിഷൻ 46 ബയൺ മോട്ടോർ. ഏത് ഇയറിലായിരുന്നു അറിയോ? ഇത് ഇയർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇതാണ് അപ്പം അതിന്റെ ഫുൾ ഫോം. ഇതെന്താ? BMW ഇത് മറ്റേ ഫ്ലൈറ്റ് ഇല്ലേ, മറ്റേ ചെറിയ വിമാനങ്ങള് ഈ സാധനത്തിൽ പറയുമല്ലോ, പ്രൊപ്പല്ലർ വെച്ചിട്ടുള്ള പ്രൊപ്പല്ലർ എഞ്ചിനുള്ള ഫ്ലൈറ്റുകളുടെ BMW മേക്ക് ചെയ്തിട്ടുള്ള 6 സിലിണ്ടർ എഞ്ചിനാണ്. ഫ്ലൈറ്റിന്റെ എഞ്ചിൻസ് ഒക്കെ ഇപ്പം നമ്മുടെ ഈ ബോയിങ് കമേഴ്ഷ്യൽ എയർലൈൻസിൻ്റെ ഒക്കെ എഞ്ചിൻ റോൾസ് റോയ്സിൻ്റെ എഞ്ചിനാണ്. റോൾസ് റോയ്സ് ടെക്നിക്കലി BMW ഈ ഒരു ഏരിയ നോക്കി ഇതുണ്ടോ, ഷോക്കേസിൽ വെച്ചുള്ള പോലെ ഒറിജിനൽ ബൈക്സ് ആണത്. എല്ലാ ബൈക്കും ഉണ്ട്. ഐ മീൻ അതായത് ഇത് മ്യൂസിയം ആണ്. മ്യൂസിയത്തിൽ
അതായത് ഇതെല്ലാം ഏതോ സിനിമയിലെല്ലാം ഉണ്ടല്ലോ ഈ ബൈക്ക്. ഹൃതിക് റോഷനൊക്കെ ഓടിക്കുന്ന ഇതൊക്കെ 2000, 2005 ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൂപ്പർ ബൈക്കുകളാണ്. ഓ അടിപൊളി. അതെന്താ ഇത്? അത് നമ്മുടെ വീടിന്റെ അടുത്തുണ്ട്, മൂസാക്കിൽ നമ്മുടെ വീടിന്റെ അപ്പുറത്തുണ്ട്. ഓട്ടോറിക്ഷ പോലത്തെ ബൈക്കാണ് അത്. ഉള്ളിൽ നല്ല സുന്ദരിട്ട് കാണാൻ. ഒറിജിനൽസ് കാണുമ്പോൾ ഷോക്കേസിൽ കുഞ്ഞു വണ്ടികളിരിക്കുന്ന വലിയില്ലേ, ഫുൾ സൈസ് വണ്ടികളാണ്. ഇതാണ് 1999 ആണ് ഈ മോഡൽ. അതാ ഞാൻ പറഞ്ഞത്, ഇത് 25 വർഷം പഴക്കമുണ്ട്. നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് 1929. 100 വർഷം പഴക്കമുള്ള വണ്ടികൾ കണ്ടാ പറയൂ. മിലിറ്ററി വെഹിക്കിൾസ് ഇതൊക്കെ. എടാ 1973 ബൈക്ക്. അത് ഇത് പോലീസ്, ഇത് ജർമ്മൻ വണ്ടിയാണ്. അല്ല ഇത് ജർമ്മൻ അല്ല, ഇത് ജർമ്മൻ തന്നെ പോലീസ്. ബ്രിട്ടീഷില് കൂടെ ഡോഗിനൊക്കെ കൊണ്ടുപോകും. അതുപോലെ വേറെ പോലീസല്ലേ ഇത്. വൻ വെറൈറ്റി സാധനങ്ങൾ. ഈ വണ്ടി 1939 മറ്റേ 24 hour ലെമാൻസിന്റെ റേസിൽ കപ്പ് കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. BMW 328 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഇത് നമ്മുടെ റെക്കോർഡിംഗ് അല്ലേ. ഇത് BMW അതുപോലെ ഇന്ത്യയിലൊക്കെ ചേർന്നിട്ട് ഇലക്ട്രിക് F2 ഫോർമുല ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല ഇയിൽ ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. F1 അല്ല, പക്ഷെ ഇലക്ട്രിക് ട്രാക്ക് റേസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ് ഈ ഇത്. അതുപോലെ ഇത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് തന്നെയാണ്. ഇന്ത്യയിലായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ഒരു ട്രാക്ക് കാറാണ്, റേസ് കാറാണ്. ഇതിലെവിടെ ഇരിക്കണേ? അതിൻ്റെ ഉള്ളിൽ സിംഗിൾ സീറ്റ് ആണ്. അത് മനസ്സിലായി. അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. അതെ, കറക്റ്റ് അവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവുള്ളൂ അല്ലേ. സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. ഇതിനാണ് എല്ലാ ബട്ടൺസും വരുന്നത്. സെറ്റപ്പാ. വേറൊരു സാധനം വേറെ എവിടെയും ഇല്ല. ആ കാല് ചവിട്ടാനുള്ള പെഡൽസ് അല്ലാണ്ട് വേറൊരു സ്വിച്ച് സാധനങ്ങളോ എവിടെ ഉണ്ടാവും. ഇതിൽ മാത്രമായിരിക്കും എല്ലാ സ്വിച്ചസും. അതായത് ഡ്രൈവറിന് എല്ലാം ആക്സസിബിൾ ആയിരിക്കും. മനസ്സിലായി. അതിന്റെ ഇത് വേറെ വണ്ടിയാണ്. ഐ മീൻ അത് ഇലക്ട്രിക്കാ. ഇത് F1-ന് BMW 2005 ഇറക്കിയിരുന്ന ട്രാക്ക് കാറിന്റെ എഞ്ചിനാണിത്. ഇത് V10 ആണ്. 3000 cc V10 ആണ് എഞ്ചിൻ. 10 സിലിണ്ടർ എഞ്ചിനാണിത്. ഇവിടെ മൊത്തം എഞ്ചിൻസ് തന്നെയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കണ്ട ഇത് 320i. ഇത് V6 ആയിരിക്കും. V6 ആണെന്ന് തോന്നുന്നു. അല്ല, ഇത് ഇൻലൈൻ 6 ആണ്. 1 2 3 4 5 6 സിലിണ്ടർ സ്ട്രൈറ്റ് 6-ൽ ഉള്ളത്. അതുപോലെ ഇത് V8. ഇത് V8 കണ്ടോ, ഫുൾ കാർബൺ ഫൈബർ ഇതായിട്ട് M3 GTR-ന്റെ. ഇതിൻ്റെ M3 GTR നമ്മുടെ മറ്റേ NFS മോസ്റ്റ് വാണ്ടഡിലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ അതിൻ്റെ 1 ഒരൊറ്റ വണ്ടി ഉണ്ടായിരുന്നു ഇവിടെ വെൽറ്റിൽ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ എഞ്ചിനാണിത്. 2001. ഇത് V8. ഇത് V12. ഇത് V ഷേപ്പിൽ. അതായത് ഇത് ഈ സൈഡിൽ 6 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ 6 സിലിണ്ടർ എന്നുള്ള എക്സോസ്റ്റ് ആണിത്. അതുപോലെ അപ്പർ സൈഡിൽ 6 സിലിണ്ടർ ഉണ്ടാവും. അങ്ങനെ 12 സിലിണ്ടർ V12 V ഷേപ്പിൽ. അപ്പോൾ ഇവിടുന്ന് ഒരു എക്സോസ്റ്റ് 3 സിലിണ്ടർ വെച്ചിട്ട് ഒരു എക്സോസ്റ്റാ. അതെ, ഇവിടെ 6. അങ്ങനെ ഈ കാറിന് 4 എക്സോസ്റ്റ് പൈപ്പ് വരുന്നത് അങ്ങനെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അതുപോലെ ഇത് 4 സിലിണ്ടർ ഉണ്ട്. 4 സിലിണ്ടർ പഴയ 1981-ലുള്ള 4 സിലിണ്ടർ ആണ്. അതുപോലെ ആൾക്കാർക്ക് അതെ സ്പീഡ് ബോട്ട് BMW മേക്ക് ചെയ്യണത് അധികം ആൾക്കാർക്ക് അറിയില്ല. ഇത് 1978-ലുള്ള BMW B220Z എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡ് ബോട്ടിൻ്റെ എൻജിനാണിത്. ഇത് 6 സിലിണ്ടർ ഒരു എൻജിനാണ്. ബാക്കിൽ അതിൻ്റെ ബോട്ടിന്റെ ആ ഒരു
സ്പീഡ് ബോട്ടിന്റെ അങ്ങനെ ഒരു 6 സിലിണ്ടർ സ്പീഡ് എഞ്ചിൻ. ബോട്ടിന്റെ അതുപോലെ റോക്കറ്റ് എഞ്ചിൻ BMW ഉണ്ടാക്കുന്ന അറിയാമായിരുന്നോ? ഇല്ല. ബോട്ടും അറിയില്ല, റോക്കറ്റും അറിയില്ല. റോക്കറ്റ് എഞ്ചിനും അതുപോലെ അതിന്റെ എഞ്ചിൻ അത്. അതെ ഫ്ലൈറ്റിന്റെ എഞ്ചിൻസ് ഒക്കെയാണ് ഈ ഫ്ലൈറ്റിന്റെ എഞ്ചിൻസ് ഇതാ കണ്ടോ. എൻ്റെ അമ്മോ 1944 BMW ഉണ്ടാക്കിയുള്ള കേട്ടോ. അപ്പോൾ ആ ടൈമില് ജർമ്മനി എന്താണെന്ന് അറിയാം. സത്യം. 100 വർഷം മുമ്പ് ഉള്ള എൻജിൻസ് ആണ് ഈ കാണുന്നത്. 1926. ഇത് വെള്ളത്തിൽ ലാൻഡ് ചെയ്തിട്ട് വെള്ളത്തിലാണ് പൊന്തി പോണ സീ പ്ലെയിൻ ഇല്ലേ, സീ പ്ലെയിൻ്റെ എഞ്ചിനാണ്. നമ്മുടെ നാട്ടിലെങ്ങാണ്ട് സീ പ്ലെയിൻ വന്നല്ലോ. ഇത് 100 വർഷം മുമ്പാണ്. 100 വർഷം മുമ്പ്. അതിന്റെ 12 സിലിണ്ടർ ഉള്ള എഞ്ചിനാണിത്. BMW-ന്റെ. അതെ, നേരത്തെ കാറിന്റെ കണ്ട പോലെ 6 സിലിണ്ടർ ഇവിടെ, അപ്പുറത്തെ 6 സിലിണ്ടർ കുറച്ച് വലിയ എഞ്ചിനാണുള്ളൂ. ഇതൊക്കെ പഴയ ടൈപ്പ്. അതെ, ക്ലാസിക് BMW വണ്ടികളാണ്. അതായത് ഓപ്പൺ റൂഫ് കാബ്രിയോല. അതൊക്കെ പഴയ ഏതൊക്കെയോ സിനിമയിൽ എവിടെയോ കണ്ട പോലെ ഉണ്ട്. നാല് തട്ടാക്കി വെച്ചേക്കണോക്കി നല്ല സുഡ് കാണാൻ. ഇത് പഴയ മോഡൽ 7 സീരീസ്. ഇതിന്റെ കണ്ട ഹെഡ് ലൈറ്റിന് പോലും വൈപ്പർ ഉണ്ട്. കുഞ്ഞു വൈപ്പർ. ഹെഡ് ലൈറ്റിന് വരെ വൈപ്പർ ഉണ്ട്. പഴയ 7 സീരീസ്. ഇത് നമ്മുടെ 5 സീരീസ്. 5 സീരീസിന്റെ സീരീസിലുള്ള ഫസ്റ്റ് കാർ E12 തൊട്ടിട്ട് ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള G60 വരെയുള്ള മോഡൽസ് ആണ്. ഇത് E28, E34. ഇത് ടോറിംഗ് വെർഷനാണ്, എസ്റ്റേറ്റ് വെർഷൻ. പിന്നെ ഇത് 2003 ഇറങ്ങിയ, ഇങ്ങനെയൊക്കെ ഒരു കളറൊക്കെ ഉണ്ടായില്ലേ? ഇതൊന്നും നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. ഇത് E39. പിന്നെ ഇത് E60 തൊട്ടിട്ടാണ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കുറച്ചുണ്ട്. ഇത് തൊട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇത് 2010 നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയ മോഡൽ. ഇവിടെ തൊട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പൊ ഏറ്റവും റെഗുലർ ആയിട്ട് നമ്മുടെ നാട്ടിലാണ് 5 സീരീസ്, F10, G30. പിന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള 2023 ഇറങ്ങിയിട്ടുള്ള 5 സീരീസ് G60. 5 സീരീസിന്റെ ഒരു 50 വർഷത്തെ ഒരു എവല്യൂഷനാണ് ഈ കാണുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 ജനറേഷൻ 23 വരെയുള്ള ഇത്. 2023 വരെയുള്ള ഇവിടെ കാണാം. അതുപോലെ ഈ സംഭവം ഉണ്ടല്ലോ ഗൈസ്, ഇത് നമ്മുടെ BMW ഐ മീൻ സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കാറുകളുടെ എല്ലാ മോഡൽസും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 7 സീരീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 730i, 740, 40D അങ്ങനെ ഇത്രയും കാലം ഇറക്കിയിട്ടുള്ള എല്ലാ വണ്ടികളുടെയും എല്ലാ മോഡലുകളുടെയും അതിൻ്റെ ബാക്കിലത്തെ മോഡൽ നെയിംസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മൊത്തം മോഡൽസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആകെ ഒരു 20-30 മോഡൽസ് BMW ഇറക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ തന്നെ ഉള്ളിലുള്ള ഇൻഡിവിജ്വൽ ഒരു സെപ്പറേറ്റ് മോഡലുകളുടെ ബാക്കിലത്തെ ബാഡ്ജുകളാണ് ഒരു ഇതിൽ കൊളുത്തിട്ടിട്ടുള്ളത്. അടിപൊളി. എത്ര മോഡലാന്ന് നോക്കി, ഒരു 10-300 മോഡൽ ഉണ്ടാവില്ല. ആഹാ, എത്ര വെറൈറ്റി ആയിട്ടുള്ള ബൈക്ക് അല്ലേ. നോക്ക്, ഇതെന്താ പ്ലെയിനോ? കഞ്ഞുവണ്ടി. അടിപൊളി. റേസിങ്ങിന് ഇറക്കുന്ന ബൈക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഇത് BMW-ന്റെ WR500 പറഞ്ഞിട്ടുള്ള വേൾഡ് റെക്കോർഡുള്ള സൈഡ് കാർ കാറ്റഗറി. അതായത് ഇങ്ങനെ സൈഡിലൊക്കെ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, സ്കൂട്ടറുമേലൊക്കെ സൈഡിൽ, അതുപോലെ അതിന്റെ ഒരു സൈഡ് കാർ ഒരു റേസ് ഉണ്ട്. അതായത് ഇത് ഒരു ബൈക്കിന്റെ കാറ്റഗറിയിൽ വരും എന്ന കാറും അല്ല, പക്ഷെ പ്ലെയിൻ അല്ല, പക്ഷെ അത് വേൾഡ് റെക്കോർഡ് 1955 വേൾഡ് റെക്കോർഡ് സൈഡ് കാറിന് വേൾഡ് റെക്കോർഡ് അടിച്ചിട്ടുള്ള വണ്ടിയാണ്. 280.20 കിലോമീറ്റർ സ്പീഡിൽ 1955 റെക്കോർഡ് എടുത്ത വണ്ടിയാണത്. ഇതൊക്കെ അതിനാ കിട്ടിയിട്ടുള്ള ഓരോ റേസിന് അതിന് കിട്ടിയിട്ടുള്ള മെഡലുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ കപ്പൊക്കെ അതിൻ്റെ. അപ്പോൾ ഇവിടെയാണ് ഗൈസ് നമ്മുടെ
ഈ ഡിസൈൻസ് ഒക്കെ നമ്മുടെ ഭാവിയിൽ BMW ഇപ്പോൾ ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ട് BMW ഇഷ്ടമല്ലാത്ത തരത്തിലുള്ള ഡിസൈനൊക്കെ ഡിസൈൻ ചെയ്ത് ഇവിടെ നിന്നാണ് BMW ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കേസ്. ഇത് കണ്ടില്ല, ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പണിത് വെച്ചിരുന്നത് 5 പൈസയ്ക്ക് കൊള്ളാത്ത വൃത്തികെട്ട വണ്ടികൾ. ഇത് ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ അതെ. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ കാണിച്ചതിൻ്റെ ആ ഒരു ഇതിന്റെ മേലെ അടിയിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് അറിയുന്നത്. അതെ അതെ, വണ്ടീന്റെ ആ ഒരു ഷേപ്പിലാവുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ BMW ഫസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ 2009 ഇറക്കിയിട്ടുള്ള വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ സിംഗിൾ ഡോർ. ഈ ഒരു ഫുൾ ഗ്ലാസ് പാർട്ടീഷൻ ഫുൾ ഡോറാണ്. ഫ്രണ്ടിൽ കയറാനും ബാക്കി തുറക്കാനും ഒരു ഡോർ ഒറ്റ സിംഗിൾ ഡോറിൽ സിംഗിൾ ഡോറാട്ടാ. ഫ്രണ്ടിലേക്ക് ഇത് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതായത് എന്താ പറയാ, വിഷൻ ട്രാൻസ്പെറന്റ് ആണ് ഇങ്ങനെ. ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ കാണാട്ടോ, നോക്കി. അതുപോലെ ഇതാണ് വിഷൻ. പക്ഷെ ഇതിന്റെ കുറച്ചുകൂടി ഡിസൈൻ കുറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് i8, BMW i8. നമ്മുടെ ദുൽഖറിനുണ്ടെന്ന് തോന്നുന്നു, ദുൽഖറിന് i8 ഉണ്ടെന്ന് തോന്നുന്നു. ഇതല്ല, ഇതിന്റെ സിമിലർ ആയിട്ടുള്ള റോഡ് വെർഷൻ വണ്ടി i8 നാട്ടില് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. 2010 തോന്നുന്നു. ഇത് 2009 ഇറങ്ങിയില്ല. പക്ഷെ ഇത് പ്രൊഡക്ഷൻ വെഹിക്കിൾ ആയിട്ട് വന്നിട്ടില്ല ഇതുവരെ. അതുപോലെ ഈ വണ്ടി ഉണ്ട് ഗൈസ്, ഇത് C1 എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി. ഈ വണ്ടിയുടെ ഡോറാണിത്. ഇത് ഡോർ തുറക്കാണ്ടാണ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ താഴേക്ക് തന്നു. അങ്ങനെയാണ് ഇതിന്റെ ഡോറിന്റെ മെക്കാനിസം. വേറെ വണ്ടികൾക്കൊന്നും ഇല്ലാത്ത. അതെ, ഡോർ ഇങ്ങനെ താവും. ഇതിപ്പോ ഓപ്പൺ ആയിട്ട് എടുക്കുന്നത് ക്ലോസ് ചെയ്യാനായിട്ട് ഡോർ അടിയിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോണിക് നമ്മുടെ കാറിന്റെ വിൻഡോ വരില്ല, അതുപോലെ ഇത് വന്നിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് വിൻഡോയും വരും. C1. ഇപ്പൊ നമ്മളെ C4 ഒക്കെ ഇല്ലേ, അതുപോലെ ഈ വണ്ടിയുടെ ഇടുക. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിങ്ങനെ തുറന്നു വന്നിട്ട് കണ്ണ് പോലെ ഇങ്ങനെ ഇങ്ങനെ പൊന്തി വരും. ഈ സാധനം ഇത് ഇങ്ങനെ പൊന്തും. ഇത് 850i 8 സീരീസിന്റെ ടോപ്പ്ലെസ്, അതായത് കൺവെർട്ടബിൾ കാബ്രിയോലെ എന്ന് പറഞ്ഞ മോഡല്. ഇതാണ് ഗൈസ് BMW ഫസ്റ്റത്തെയും അവസാനത്തെയും എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പ്രോപ്പർ സ്പോർട്സ് കാർ M1. ഇപ്പം നമുക്ക് M8 വരെ ഉണ്ട്. ഫസ്റ്റ് M1 കാറാണിത്. ഷെല്ലും ബോഷൊക്കെ കൊളാബ് ചെയ്തിട്ടുള്ള അത് റേസിന് ഉണ്ടായിരുന്ന കാറ്. ഇത് നോർമൽ പ്രൊഡക്ഷൻ M1 കാർ. ഇതൊക്കെ അവരുടെ റേസിന്റെ ലെഗസിയുടെ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള അതാണ് അതിന്റെ എഞ്ചിൻ. V12 എഞ്ചിൻ വരുന്നത്. V12 അല്ല കേട്ടോ, 6 സിലിണ്ടറാണ്. ഇത് വേറെ വണ്ടിയുടെ എഞ്ചിൻ, ഇതിന്റെ എഞ്ചിനല്ല. ഈ വണ്ടി നമ്മുടെ BMW M4 DTM എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് ബുൾ റേസിങ്ങിന് വേണ്ടിയിട്ട് 2016 ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. അതിൽ നമ്മുടെ മാർക്കോ വിറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ ടൂറിംഗ് കാർ റേസറാണ് ഇതിൻ്റെ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്. അതുപോലെ പ്യൂമ, നമ്മുടെ ബോഷ്, ഇതൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഷെല്ല്, റെഡ് ബുള്ള്, അതിന്റെ ഇതില് സ്റ്റിക്കേഴ്സ് ഉണ്ട്. വിറ്റ് എന്നുള്ളത് റേസറിന്റെ പേരാണ്, വിറ്റ്മാൻ മേലാണ്. ഇതിന് ഒരു 20ഓളം വിക്ടറി കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിക്ക്, റെക്കോർഡ്സ് ഈ വണ്ടിയിൽ. ഏടാ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി. അയ്യോ, ഇതെങ്ങനെ ഓടിക്കും? ഫുൾ താഴെ. ഇത് BMW 320 ടെർബോ. ഇത് നമ്മുടെ യാഗർ മീസ്റ്റർ എന്നിട്ടുള്ളൊരു മദ്യമുണ്ട്. മദ്യം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ആയുർവേദിക് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള യാഗർ മീസ്റ്റർ കുപ്പിയുണ്ട്. ഇവിടുത്തെ മെയിൻ ജർമ്മൻ മദ്യമാണ്. അപ്പോൾ അവരുടെ കൊളാബറേഷനിൽ അവർ ഇറക്കിയിട്ടുള്ള ഒരു റേസ് കാറാണ്. ആണ് ഈ മാനും കുരിശൊക്കെ ഉണ്ടല്ലേ, അത് യാഗർ മീസ്റ്ററിൻ്റെ ലോഗോയാണ്. അത് C4. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് BMW ഹൈഡ്രജൻ കാർ ഇറക്കിയത് 2000 ഇതിൽ ഇത് ഹൈബ്രിഡ് ആയിട്ട് ഇറക്കിയില്ല. ഇതാണ് ഇതിൻ്റെ പവർ ട്രെയിൻ.
ഇതാണ് ഇത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് വിത്ത് പ്ലസ് നമ്മുടെ നോർമൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിനും കൂടി ഉണ്ട്. ഇത് V8 ആണെന്ന് തോന്നുന്ന എഞ്ചിൻ പ്ലസ് ഹൈഡ്രജൻ ഫ്യൂവൽ വെച്ചിട്ട് ഓടുന്ന ക്ലീൻ എനർജി. ഐ മീൻ പൊല്യൂഷനൊക്കെ വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അന്ന് 2000 ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെയും BMW ഹൈഡ്രജൻ കാഴ്ച ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രൊഡക്ഷനിൽ അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. അതാണ് ഹൈബ്രിഡ് ആണ്. അതാണ് ഇപ്പൊ BMW മ്യൂസിക് ഒക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോ ആൻസ് ആണെന്ന് എനിക്ക് ഫുൾ ഡീറ്റെയിൽ തന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ആൻസിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടല്ലേ? ഞാൻ മുമ്പ് ഈ മ്യൂസിയത്തിന്റെ ഇവന്റിന്റെ ഒക്കെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്റെ ചാനലിൽ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ്, കപ്പിൾസ് ആയിട്ടുള്ള വ്ളോഗ്സ് എല്ലാം ഉണ്ട്. അല്ല മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിലും മന്തിലൊക്കെ ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ മിനിമം ഇടും. അപ്പൊ എല്ലാവരും വന്ന് ചാനൽ വന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇനി നമുക്ക് അരുണിമയുടെ ചാനലിൽ എന്റെ ചാനലിലൊക്കെ ആയിട്ട് പിന്നീട് കാണാം. കാരണം ഞാനിപ്പോ സൂൺ ഓസ്ട്രേലിയക്ക് പോകും. ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. ഇന്ന് രാത്രി ഓസ്ട്രേലിയക്ക് തിരിച്ചു പോവാണ്. സോ ഇന്ന് രാത്രി ഞാനപ്പോ ഓസ്ട്രിയയിൽ നിന്ന് പോവാണ്. അപ്പൊ മ്യൂണിക്കിലെ എന്റെ വിശേഷങ്ങൾ അവസാനിപ്പിക്കാൻ പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.